നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്ന് പ്രവാസികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെ രാജ്യത്തെ വികസന പദ്ധതികൾ വൈകിപ്പിക്കുന്നതായി റിപ്പോർട്ട്. കുവൈറ്റിൽ വൈദ്യുതി, വെള്ളം, ഭവന പദ്ധതികൾ 20 മുതൽ 25% വരെ വൈകിയാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. തൊഴിലാളി ക്ഷാമമാണ് ഇതിന് കാരണമായി പറയുന്നത്. അവധിക്ക് നാട്ടിൽ പോയ തൊഴിലാളികൾക്ക് തിരിച്ചുവരാൻ കഴിയാത്തതും പുതിയ തൊഴിലാളികളെ കൊണ്ടുവരാൻ കഴിയാത്തതും കടുത്ത പ്രശ്നം സൃഷ്ടിക്കുന്നതായി റിപ്പോർട്ട്. കർഫ്യൂ കാരണം ജോലി സമയം കുറഞ്ഞതും പദ്ധതി വൈകലിന് കാരണമായി മാറി. കർഫ്യൂ കൊണ്ട് മെച്ചമുണ്ടായത് റോഡ് വികസന പദ്ധതികൾക്ക് മാത്രമാണ് എന്നും അധികൃതർ പറഞ്ഞു. ഇരട്ടി വേഗത്തിലാണ് റോഡ് പണി പുരോഗമിച്ചു വരുന്നത്. രാത്രി റോഡ് ഒഴിയുന്ന സമയം ഉപയോഗപ്പെടുത്തിയാണ് പ്രവൃത്തി നടക്കുന്നത്. ഗതാഗത ക്രമീകരണത്തിന് സമയം കളയേണ്ടെന്നതാണ് മെച്ചം. വിദേശ തൊഴിലാളികളുടെ വരവ് ഇനിയും ഏറെ നാൾ നീളുകയാണെങ്കിൽ പദ്ധതികൾ മുൻപ് നിശ്ചയിച്ചതിനേക്കാൾ 40% സമയം വൈകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കരാറനുസരിച്ചുള്ള സമയക്രമത്തിൽ പദ്ധതികൾ പൂർത്തിയാക്കാൻ കമ്പനികൾക്ക് ബാധ്യതയുമുണ്ട്. എന്നാൽ ഈ അസാധാരണ സാഹചര്യത്തിൽ അവരുടെ മേൽ നിയമപരമായ ബാധ്യത കെട്ടിയേൽപ്പിക്കാനോ നഷ്ടപരിഹാരം ഈടാക്കാനോ പരിമിതിയുണ്ട്. വേനലിൽ ഉച്ചസമയത്ത് പുറം ജോലിക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നതാണ്. വേനലിന് മുമ്പ് പരമാവധി തീർക്കാമെന്ന് കരുതിയ കരാറുകാരുടെ എല്ലാ കണക്കുകൂട്ടലുകളും പിഴയ്ക്കാൻ കോവിഡ് കാല നിയന്ത്രണങ്ങൾ കാരണമായി മാറി. പരിസ്ഥിതി സൗഹൃദ പെട്രോളിയം പദ്ധതി, അൽസൂർ എണ്ണ ശുദ്ധീകരണശാല, കുവൈറ്റ് വിമാനത്താവള വികസനം, മുബാറക് അൽ കബീർ തുറമുഖം, മുത്ല ഭവന പദ്ധതി തുടങ്ങിയ പ്രധാന പദ്ധതികളെ ബാധിക്കാതിരിക്കാൻ നേരത്തെ സർക്കാർ ക്രമീകരണങ്ങൾ വരുത്തിയിരുന്നു. ഇവയിലും പ്രതിസന്ധി നേരിടുന്നതായാണ് പുതിയ വിവരം. ചില പദ്ധതികളുടെ പൂർത്തീകരണ തീയതി മാറ്റിയെഴുതേണ്ടി വരും. സുപ്രീം കൗൺസിൽ ഫോർ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് വിഷയം പഠിക്കുന്നുണ്ട്. അതേസമയം കുവൈറ്റിലെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിസ നിയമലംഘകർക്കും അനധികൃത താമസക്കാർക്കുമെതിരെ കുരുക്ക് മുറുകുകയാണ്. ഇവരുടെ കൃത്യമായ കണക്കുകൾ ശേഖരിക്കാനും നിയമവിരുദ്ധമായ സമയത്ത് താമസിക്കുന്നവർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനുമാണ് ആഭ്യന്തര മന്ത്രാലയം ഒരുങ്ങുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.